വീട്ടുകാരെ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ആൻപോളോഗ്രഫി. ഹായ്. അപ്പോ ഞാൻ ഇപ്പോ സ്കോട്ടിഷ് ഹൈലാൻഡ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ ട്രെയിനിലാണ് വന്നത്. എഡിൻബ്രോ ആണ് സ്റ്റേ ചെയ്തത്. ആൻഡ് ദെൻ കാർ എടുത്തിട്ടാണ് ഹൈലാൻഡ്സ് കാണാൻ പോകുന്നത്. സോ അപ്പോൾ ഹൈലാൻഡ്സിന്റെ ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഹൈലാൻഡ്സ് ഒരുപാട് പല സ്ഥലങ്ങളിലും പല സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവർ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് സ്കോട്ട്ലൻഡിലോട്ട് വരുന്നത് തന്നെ. എഡിൻബ്രോ നല്ല സൂപ്പറായിരുന്നു. ഒരു അടിപൊളി സിറ്റി ആയിരുന്നു. പിന്നെ സോ അവിടുന്ന് നമ്മൾ ഒരു 2.5 hours ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ട്രെയിൻ പിടിച്ച് വരാം. പക്ഷെ ഓൾറെഡി കുറേ ട്രെയിനിൽ യാത്ര ചെയ്തു സ്കോട്ട്ലൻഡിലോട്ട് എത്താൻ. കുറച്ച് ഹൈലാൻഡിൻ്റെ ആ ഒരു ബ്യൂട്ടി ഫുള്ളായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ കാർ എടുത്ത് പോകണമെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ പോകാമല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ ഹൈലാൻഡ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി സ്കോട്ടിഷ് വെതറാണ്. നല്ല മഴയാണ്. എഡിൻബ്രോ ഉള്ള ടൈമിൽ നല്ല വെയിലും മഴയും മിക്സായിട്ട് കിട്ടിയായിരുന്നു. നല്ല അടിപൊളി സൺലൈറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കോട്ട്ലൻഡിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്, അതായത് UK തന്നെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് സ്കോട്ട്ലൻഡിലാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ബെൻ നെവിസ് എന്ന് പറയും. അതൊരു ഇവിടുത്തെ ഹയസ്റ്റ് പീക്കാണ്. UK ഏറ്റവും ഹയസ്റ്റ് പീക്കാണ്. പക്ഷേ അതിലോട്ട് ഹൈക്കൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അതിൻ്റെ ആ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് വെതറിൻ്റെ ഒരു സിറ്റുവേഷൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതൊരു കുഞ്ഞു ടൗണാണ്. ഒരു വില്ലേജിൽ കൂടെ കടന്ന് നമ്മൾ മറ്റേ ബിഗ് ഹൈവേ ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു ടൗണിലോട്ട് വന്നതാണ്. സൂപ്പർ മഴയാണ്. അതിൻ്റെ കൂടെ ഇവിടെ എന്തൊക്കെയോ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ടിപ്പിക്കൽ നമ്മുടെ UK വെതറാണ്. ഇപ്പോൾ നമ്മൾ സ്കോട്ട്ലൻഡിലായതുകൊണ്ട് സ്കോട്ടിഷ് വെതർ എന്ന് വേണേൽ നമുക്ക് പറയാം. നല്ല മഴയാണ്. ഇത്ര മഴ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. എനിവേസ് കൊള്ളാം. പിന്നെ റെയിൻകോട്ടൊക്കെ ഉണ്ട്. വലിയ കോട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ റെയിൻകോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും ഉപയോഗപ്പെടും. നിങ്ങൾ ഈ ഡക്സ് പറക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇവിടുത്തെ UK ഡക്സ് ഞാൻ പറക്കുന്നത് കണ്ടു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഡക്സ് പറക്കുന്ന പക്ഷിയാണെന്ന്. കോമഡി ആയിട്ട് തോന്നരുത്. സത്യമായിട്ടും ഡക്സ് പറക്കും. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതറിയാത്ത വേറെ ആൾക്കാരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഡക്സ് പറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ഇത് നമ്മൾ സൈഡിലൊരു കാർ പാർക്കിൽ നിർത്തിയപ്പോൾ അവിടെ ഒരു ലേക്കാണ്. അപ്പോൾ സ്കോട്ട്ലൻഡ് ഫുള്ളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹൈലൻഡ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കത്തോളം ലോക്ക് എന്ന് പറയുന്നൊരു സംഭവമാണ്. ലോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ലേക്സ് ആണ്. അപ്പോൾ സ്കോട്ടിഷ് ലാംഗ്വേജിലുള്ള സംഭവമാണ് ഈ ലോക്ക് എന്ന് പറഞ്ഞാൽ. അത് ലേക്കാണ് സംഭവം. അപ്പോൾ ഇതുപോലെ ഹൈലൻഡ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതോറും ഇതുപോലത്തെ ലേക്സ് ആണ്. ഈ കടലിൻ്റെ വിടവുകളിലുള്ള ലാൻഡാണ് അത്. ശരിക്കും നമ്മൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഇങ്ങനെ കുഞ്ഞു വില്ലേജും അതുപോലെ ഹൈലാൻഡ്സും അടിപൊളി മൗണ്ടൻസ് ആണ്. നല്ല സ്നോ കവർ ചെയ്ത് കിടന്നതായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ ഞങ്ങൾ പോയ ദിവസം മഴയായിരുന്നെങ്കിലും നെക്സ്റ്റ് ഡേയും അതിൻ്റെ പിറ്റേന്ന് നല്ല അടിപൊളി സണ്ണി വെതർ കിട്ടിയായിരുന്നു. അപ്പോൾ മിക്സ് ഓഫ് വെതർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ മെയിൻ്റനൻസ് വർക്കൊക്കെ കാണാൻ പറ്റും ഇവിടെയും. പക്ഷേ നമ്മളെ ട്രാവലിങ്ങിനെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിലാണ് അതൊക്കെ. സോ നമുക്ക് സ്കോട്ടിഷ് ഹൈലാൻഡ്സ് കാണാം. അങ്ങനെ പോയി കൂടുതൽ മലകളൊക്കെ കാണാൻ തുടങ്ങി. റോഡിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ റോഡ് പക്ഷേ നല്ല അടിപൊളി ക്ലിയർ ആയിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഒരു സർവീസസ് ആയിരുന്നു. അവിടെ നിർത്തി. അത് ശരിക്കും ഹൈലൻഡ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു സ്റ്റേഷനാണ്. അവിടെ നിർത്തി ചുറ്റുമൊക്കെ നോക്കി. ആൻഡ് ദെൻ നേരെ നമ്മൾ ആ സ്റ്റേഷനിൽ കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു സൊവനീർ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കട ഇതായിരുന്നു. ഇതാ കണ്ട ഹൈലാൻഡ് ഹൗസിൻ്റെയൊക്കെ സുവനീഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് സുവനീഴ്സ് ഉണ്ടായിരുന്നു. ഇതാ ലാമ്പ്, ഹൈലാൻഡ് കവ്, അതിൻ്റെ കപ്പ്, കോസ്റ്റാസ്, പിന്നെ ഇതാ പല കൈൻഡ് ഓഫ് മഗ്, പിന്നെ ഓർണമെൻറ്റ്സ് എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു.
പിന്നെ യൂഷ്വലി കാണുന്ന നമ്മൾ ഏത് സർവീസിലും കാണുന്ന പോലെ പാല്, മുട്ട, ജാം, ബ്രെഡ്, എല്ലാ ഐറ്റംസും നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന പോലെ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ അതുപോലെ ഇവിടെ ഒരു സ്കോട്ടിഷ് വിസ്കിയുടെ ഒരു ഷോറൂം പോലെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. നല്ല എക്സ്പെൻസീവും ആയിരുന്നു. അപ്പോൾ അവിടെ മാത്രം ഉണ്ടാക്കുന്ന എന്തോ ഐറ്റം ആയിരുന്നു എന്നാണ് അവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞത്. സ്കോട്ട്ലൻഡ് ഫേമസ് ഫോർ വിസ്കീസ് ആണല്ലോ. അപ്പോൾ കുറേ വിസ്കി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കണ്ടു. നേരെ തിരിച്ച് കാറിൽ കയറിയപ്പോഴാണ് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു കോയിൻ കണ്ടത്. കോയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ രാജാവ്, നമ്മുടെ ചാൾസ് രാജാവിൻ്റെ തലയുള്ളൊരു കോയിൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പൊതുവേ നമ്മൾ ക്വീൻ എലിസബത്തിൻ്റെ ആണല്ലോ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നത്. സോ അങ്ങനൊരു സംഭവം കൈ കിട്ടിയായിരുന്നു. അപ്പോൾ പുതിയ കോയിനൊക്കെ ഇറങ്ങിയെന്ന് മനസ്സിലായി. പിന്നെ അവിടുന്ന് വാങ്ങിയ ബോഡി വാമറും അതുപോലെ ഫ്രിഡ്ജ് മാഗ്നറ്റുമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഫ്രിഡ്ജ് മാഗ്നറ്റ് നല്ല ഭംഗി തോന്നി. ഐലൻഡ് കവ് ആണ് നമ്മുടെ സ്കോട്ട്ലൻഡിൽ ആലോചിക്കുമ്പോൾ തന്നെ മെയിനായിട്ട് ഓർമ്മ വരുന്നത്. അതുപോലെ ബോഡി വാമർ നമ്മൾ കുറച്ച് തണുപ്പുണ്ടായിരുന്നു. അപ്പം ഹൈക്കിനൊക്കെ പോവുകയാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായി, അടിപൊളിയായിരുന്നു. ഈ ബോഡി വാമറിൻ്റെ ഒരു യൂട്യൂബ് ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായി, അത് കണ്ടു നോക്കാം എല്ലാവരും. വെതർ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല മഴയും അതുപോലെ നല്ല കാറ്റ്, നല്ല തണുപ്പുമായിരുന്നു പോയ ദിവസം. അപ്പോൾ അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വ്യൂ പോയിന്റിലൊക്കെ നിർത്തി ഈ വ്യൂ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. നല്ല മഞ്ഞ് മൂടിയ മലകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. സ്നോഫോള് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ വെതർ ഫോർകാസ്റ്റിൽ. പക്ഷേ സ്നോഫോളൊന്നും കിട്ടിയില്ല നമുക്ക്. ബട്ട് തന്നെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടൻസ് ഒക്കെ കാണാൻ പറ്റി. അങ്ങനെ പോയി ഇതാ ജെയിംസ് ബോണ്ടിൻ്റെ ഏതോ പടം ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. ആ ലൊക്കേഷൻ വരെയൊന്നും പോയില്ലെങ്കിലും ആ വഴി കൂടിയുള്ള യാത്ര അതിമനോഹരമായിരുന്നു. അപ്പോൾ ഒരു വണ്ടിക്ക് മാത്രമേ നമുക്ക് അറ്റ് എ ടൈം ആ വഴി കൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇടയിൽ സ്ഥലമുണ്ട്. അതായത് നമുക്ക് പാർക്ക് ചെയ്ത് ഒരുപാട് നേരമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം അത് പാസിംഗ് പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ്. കാരണം നമ്മൾ വണ്ടി അങ്ങോട്ട് കയറ്റി അടുത്ത വണ്ടീനെ കടത്തി വിടാൻ പാകത്തിനുള്ളൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനൊരു റോഡ്. ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു. ആകെ 1-2 വണ്ടികളെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ബാക്ക് ടു മെയിൻലാൻഡ്. അപ്പോൾ നമ്മൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്നത് ഫോർട്ട് വില്യം എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഹൈലാൻഡ്സിൻ്റെ ഇടയിലുള്ളൊരു അതിമനോഹരമായ ടൗണാണത്. അപ്പോൾ ഈ പോണ വഴിയിൽ നെക്സ്റ്റ് കാണാൻ പോകുന്നത് 3 സിസ്റ്റേഴ്സ് ഓഫ് ഗ്ലെൻകോ എന്ന് പറഞ്ഞ വലിയ 3 മൗണ്ടൻസ് ഒന്നിച്ച് നിൽക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലോട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ കാറ്റിൻ്റെ ശബ്ദം ഞാൻ കുറച്ച് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ മഴ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ കാണുന്ന ചിരിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണം, ഞാനിത് കഷ്ടപ്പെട്ട് ചിരിക്കുന്നതാണ്. പിന്നെ ഇതുപോലെ 3 മൗണ്ടൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ അടുത്തടുത്ത്. 3 സിസ്റ്റേഴ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സൂപ്പർ പെയറല്ലേ. അപ്പോൾ ഇതുപോലെ അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അവിടെ കുറേ എന്തായാലും ഉറപ്പാണ് ഒരു 60 വയസ്സിൽ കൂടുതലുള്ള അപ്പാപ്പന്മാർ. അവർ ഹൈക്കിനെന്തോ വന്നതാണ്. അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു. അവർ ചേഞ്ചൊക്കെ ചെയ്ത് റെയിൻ കോട്ടൊക്കെ എടുത്തിട്ട്, എനിക്ക് തോന്നുന്നു സ്കോട്ട്ലൻഡിൽ ക്യാമ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് നമുക്ക്. എവിടെയെങ്കിലും പോയി റാൻഡമായിട്ട് ഇതുപോലെ മലമുകളിലൊക്കെ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റും. പ്രോബബ്ലി അങ്ങനെ എവിടെയോ പോയതാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ഇവിടെയാണ് 2 ദിവസം സ്റ്റേ. അപ്പോൾ അവിടെ വന്നു ഫുഡ് വാങ്ങാൻ പുറത്ത് പോയതാണ്. ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കിൻ്റെ സൈഡിലായിരുന്നു ഈ ഹോട്ടൽ. ഓഫ് സീസൺ ആയ കാരണം ഭയങ്കര ചീപ്പായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോക്ക് എന്ന് പറഞ്ഞാൽ ലേക്കാണ്. അപ്പോൾ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് അടിപൊളി മൗണ്ടൻസ് ആയിരുന്നു. അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ടോസ്റ്റും അതുപോലെ ബട്ടറും അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു കുഞ്ഞൊരു ബോഫെ ആയിരുന്നു. ബേക്ക്ഡ് ബീൻസ്, സ്ക്രാമ്പിൾഡ് എഗ്സ്, ഇതെന്തായിരുന്നു, സോസേജ്, അങ്ങനെ അവർ പ്ലേറ്റൊക്കെ സെറ്റാക്കുന്നുണ്ടായുള്ളൂ. അതുപോലെ വേറൊരു സംഭവം പൊട്ടേറ്റോ സ്കോൺസ് അതും ഉണ്ടായിരുന്നു. കാണുന്നതാണ് പൊട്ടേറ്റോ സ്കോൺസ്. അതിവിടെ സ്കോട്ട്ലൻഡിൽ വന്നപ്പോൾ കിട്ടിയതാണ്. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഗ്രീക്ക് യോഗട്ടിൽ ഹണി ചേർത്ത് കഴിക്കുന്നത്. അന്ന് ഞാൻ ഷുഗർ കഴിക്കുന്നുണ്ടായി, ഇപ്പം ഞാൻ ഷുഗർ കഴിക്കാറില്ല, അപ്പോൾ ഹണി കഴിക്കാറില്ല. അപ്പോൾ ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പറാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഗ്രീക്ക് യോഗട്ട് ഒരു കുഞ്ഞു ജാറിൽ വിത്ത് ഹണി, അടിപൊളി ടേസ്റ്റാണ്. കൊതി വരുന്നു.
ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ പോയത് നമ്മുടെ ഹാരി പോട്ടറും അതുപോലെ ഹാരി പോട്ടറിൻ്റെ ഫ്രണ്ട്സും കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സീനുണ്ടല്ലോ, ഒരു ബ്രിഡ്ജിൽ കൂടെ പോകുന്ന ആ ബ്രിഡ്ജ് കാണാനായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വ്ളോഗിലാണ് വരുന്നത്. നെക്സ്റ്റ് ഡേ നമുക്ക് നല്ല വെതറായിരുന്നു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് റെയിൻബോ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഒരു റെയിൻബോ അല്ല, ഒരു റെയിൻബോയുടെ മുകളിലായിട്ട് വേറെ റെയിൻബോ, അതായത് ഡബിൾ റെയിൻബോ എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു അന്ന് കണ്ടത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം. ഇതുപോലെ അടിപൊളി വെതറായിരുന്നു. അപ്പോൾ ഹൈലൻഡ്സിൻ്റെ കുറച്ചും കൂടെ ഭംഗിയുള്ള വേറൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റി നെക്സ്റ്റ് ഡേ. കാരണം സൂര്യൻ കടാക്ഷിച്ചിരുന്നു. സോ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. Okay then, bye bye.